യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയ നടപടിക്കെതിരെ കായിക തർക്ക പരിഹാര കോടതിയിൽ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ എല്ലാ വാദങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഹിയറിംഗിന് ഓൺലൈനായി വിനേഷ് ഫോഗട്ടും ഹാജരായിരുന്നു. കേസിൽ ഇടക്കാല ഉത്തരവ് ഉടൻ ഉണ്ടാകും. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, എപ്പോൾ ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? പ്രജിൻ, പ്രവിത, എന്തായാലും ഉടൻ തന്നെ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ കേസിൽ വാദം പൂർത്തിയായി. ഈ വിർച്വലായി ഓൺലൈനായി വിനേഷ് ഫോഗട്ടും ഹാജരായിരുന്നു. വിനേഷ് ഫോഗട്ടിൻ്റെ വാദം എന്ന് പറയുന്നത് തന്നെ അയോഗ്യയാക്കിയ നടപടി റദ്ദാക്കണമെന്നും തനിക്ക് വിർച്വലായിട്ട് തനിക്ക് ഒരു ഉടൻ ഇപ്പോൾ നിലവിൽ ഒരാൾക്ക് വെള്ളി മെഡൽ അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തനിക്ക് കൂടി വെള്ളി മെഡൽ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം കയ്യെത്തും ദൂരെ നമുക്കൊരു മെഡൽ നഷ്ടമായതാണ്. ഈ ഫൈനലിൽ എത്തിയതോടുകൂടി വെള്ളിയോ ഇല്ലെങ്കിൽ വെങ്കലമോ എന്ന അവസ്ഥയിലായിരുന്നു വിനേഷ് ഫോഗട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ 100 ഗ്രാം ഭാരക്കൂടുതലിൻ്റെ പേരിൽ താരത്തെ അയോഗ്യയാക്കുകയും അത് ഫൈനൽ മത്സരത്തിൽ നിന്ന് മാത്രമല്ല ത്രൂ ഔട്ട് അയോഗ്യയാക്കി ഏറ്റവും ഒടുവിലെ സ്ഥാനമാണ് നൽകിയത്. അതിനെതിരെയാണ് വിനേഷ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയത്. താരത്തിന് വേണ്ടി ഫ്രാൻസിൽ നിന്നുള്ള 4 അഭിഭാഷകരാണ് ഹാജരായത്. ഒപ്പം തന്നെ IOAയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹരീഷ് സാൽവെ അടക്കമുള്ള അഭിഭാഷകരും ഹാജരായിരുന്നു. ഒരു മാനുഷിക പരിഗണന താരത്തിന് നൽകണം, അതായത് നിയമങ്ങൾക്ക് മാത്രം നോക്കാതെ ഒരുപക്ഷെ ഫൈനലിൽ മുന്നേറിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വെള്ളി മെഡൽ എങ്കിലും അനുവദിക്കണം എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത്. 3 മണിക്കൂറോളമാണ് ഈ വാദം നീണ്ടു നിന്നത്. എന്തായാലും ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെയുള്ള ഒരു ഉത്തരവും ഉണ്ടാവും. നേരത്തെ തന്നെ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി പറഞ്ഞിരുന്നു ഈ ഒളിമ്പിക്സ് തീരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് നാളെയോ ഇല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ ഇതിനകത്തൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവാനാണ് സാധ്യതകളെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ആശ്വാസ വാർത്തയാവട്ടെ, വിനേഷിനെ പോലെ ഒരു താരത്തിന് വലിയ പോരാട്ടം കാഴ്ചവെച്ച് വന്ന താരത്തിന് ഒരു അർഹിച്ച മെഡൽ നിഷേധിക്കാതിരിക്കട്ടെ. ചെറിയൊരു 100 ഗ്രാമിൻ്റെ ഒക്കെ തന്നെ പേരിൽ ഭാരക്കൂടുതലിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ അനുകൂല വിധി ഉണ്ടാവട്ടെ. അത് നമുക്കും ഒരു നേട്ടമായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, അമ്മൻ്റെ മത്സരം ഗുസ്തി, അത് ഒരു വെങ്കല മെഡൽ സാധ്യതയുണ്ട് നമുക്ക്. അപ്പോൾ ആ മത്സരം തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? നമ്മുടെ ഓപ്പണന്റ് ആരാണ്? നമുക്ക് എത്രമാത്രം സാധ്യതയുണ്ട് അനിൽ? ആ മത്സരം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്യൂർട്ടോറിക്കൻ താരമാണ്, ക്രൂസ് ആണ് എതിരാളി. അദ്ദേഹത്തിനെതിരെ എന്തായാലും ഒരു മികച്ച മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ ഒരു മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ വെങ്കല മെഡലിന് നമ്മൾ അർഹരാകും. ആദ്യ 2 റൗണ്ടുകളിലെ പോരാട്ടം നോക്കുകയാണെങ്കിൽ ലോക ചാമ്പ്യനെ അടക്കം മുൻ ലോക ചാമ്പ്യനെയൊക്കെ അടക്കം അട്ടിമറിച്ചെത്തിയ ആ ഒരു പ്രകടനം ആവർത്തിക്കാനായാൽ ഒരുപക്ഷെ ഇന്ന് അമൻ സെഹ്റാവത്തിന് ഒരു വെങ്കല മെഡലിന് സാധ്യതയുണ്ട്. താരം മികച്ച രീതിയിൽ തന്നെ മത്സരം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ 6ാം മെഡലിനായി. യെസ്, എന്തായാലും ആ മത്സരത്തിന് എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി അനിൽ നമുക്ക് ഒളിമ്പിക് റിസൾട്ടിൽ നിന്നും ചേരാം. അപ്പോൾ അതിൽ നമുക്കൊരു മെഡൽ ഉണ്ടാവട്ടെ അല്ലേ? അതിലൊരു മെഡൽ ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ വിനേഷിന് അനുകൂലമായ ഒരു നടപടി, ഒരു വിധി ഉണ്ടാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. യെസ്.